ഹായ്! ഇപ്പം നമ്മൾ നിൽക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തണ്ടലിൻ്റെ അകത്താണ്. ഈ ചരിഞ്ഞ ഷെയ്ഡിലാണ് 1 മുതൽ 12 വരെയുള്ള സമയം രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഈ തണ്ടേലിൻ്റെ അകത്ത് തന്നെ കൊച്ചു കൊച്ചു തണ്ടേലുകൾ രാജാവ് നിർമ്മിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് 23 മീറ്റർ നീളമുള്ള ഏറ്റവും വലിയ തണ്ടേൽ ഇവിടെ നിർമ്മിച്ചത്. ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് കയറാമെങ്കിലും പടികളിലേക്ക് കയറാനുള്ള അനുമതിയില്ല. 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ചതിൻ്റെ കാലപ്പഴക്കവും അടുത്ത തലമുറയ്ക്ക് വേണ്ടി പുത്തൻ തലമുറയിലെ ഈ കുട്ടികളെ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടുത്തെ ജന്തർ മന്ദിർ കൊണ്ടുവന്ന് കാണിക്കണം. 18-ാം നൂറ്റാണ്ടിൽ പോലും സമയവും മാസവും കാലവും കൃത്യമായി കണ്ടുപിടിക്കാൻ ഉപയോഗിച്ചിരുന്ന ജ്യോതിശാസ്ത്ര യന്ത്രങ്ങളുടെ ഈ ഉദ്യാനം, അതുപോലെ തന്നെ ഉദ്യാനത്തിലെ യന്ത്രങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ ഒരു കൊച്ചമ്പലവുമുണ്ട്. യന്ത്രങ്ങളുടെ ഉദ്യാനം മാത്രമല്ല, ചെടികളുടെയും പൂക്കളുടെയും മരങ്ങളുടെയും കിളികളുടെയും എല്ലാം കൂടി ഉദ്യാനമാണിത്. ഇവിടുത്തെ ജന്തർ മന്ദിർ കാണാൻ കയറിയത് ഒരു നഷ്ടവുമില്ലെന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ഇവിടെ എല്ലാവരും വിശ്രമിക്കാനിരിക്കുകയാണ്. വെള്ളമെല്ലാം കുടിച്ച് വിശ്രമിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വണ്ടി വരെ എത്താനുള്ള വെള്ളവും കുപ്പിയിൽ നിറച്ചുകൊണ്ട് ഞങ്ങൾ നടക്കുകയാണ്. ഇവിടെ ആണ് 23 മീറ്റർ നീളമുള്ള തണ്ടേലിൻ്റെ ബ്ലേഡ് എന്ന ഭാഗമാണ്. ഗാർഡനിലൂടെ നടന്നു വന്നപ്പോൾ ഞങ്ങളൊരു അണ്ണാനെ കണ്ടു. അതിരുന്ന് എന്തോ കഴിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. പൊന്നും ആദിയും കൂടി അതിനെ ഓടിച്ച് മരത്തിൽ കയറ്റി. അടുത്തതായി കാണാൻ പോകുന്നത് ഉന്നതാംശ എന്ന് പറയുന്ന യന്ത്രമാണ്. നക്ഷത്രങ്ങളുടെയും ഗ്രഹങ്ങളുടെയും സ്ഥാനം കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രമാണ് ഉന്നതാംശ. അടുത്തതായി കാണാൻ പോകുന്നത് 18-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച ഒരു ഒബ്സർവേഷൻ റൂമാണ്. ഇതിൻ്റെ അകത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് പഴയ കാലത്തെ ഗ്ലോബുകളും അനുബന്ധ ഉപകരണങ്ങളുമാണ് ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഞങ്ങൾ ഇവിടുത്തെ യന്ത്രങ്ങളോടും ഉദ്യാനത്തിനോടും യാത്ര പറഞ്ഞ് പോകുകയാണ്. രാജസ്ഥാനിലെ ഭിൽവാരയിലൊക്കെയാണ് ഞങ്ങളുടെ അടുത്ത യാത്ര. അങ്ങനെ ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവരും വന്നു. ഇതിലെ വഴിയാണ് ഞങ്ങൾക്ക് വെളിയിലേക്ക് പോകേണ്ടത്. അടുത്ത കാഴ്ചകളുമായി ഉടനെ വരാം. ഓക്കെ, ബൈ.